വിഷുക്കണി കാണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരം നഗരവും വിഷു ലഹരിയിലാണ്. നഗരത്തിലെ പ്രധാന വിപണിയായ ചാലയിലും പാളയത്തും കണിയൊരുക്കാനുള്ള സാധനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. പച്ചക്കറി മാർക്കറ്റിലും തിരക്കുണ്ട്. ചാല മാർക്കറ്റിൽ നിന്ന് സഫ്വാൻ വിപിയുടെ റിപ്പോർട്ട് കാണാം. മലബാറിലെ പോലെ തിരുവനന്തപുരത്ത് വിഷു അത്ര വലിയ ആഘോഷമല്ല. എന്നാൽ വിഷുക്കണി ഒരുക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ഉള്ള തിരക്ക് മാർക്കറ്റുകളിൽ ദൃശ്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. ചാല പാളയം മാർക്കറ്റുകളിലാണ് ഇത്തരത്തിലുള്ള വിഷുക്കണി ഒരുക്കാനുള്ള പ്രത്യേക കച്ചവടങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇത് വിഷുക്കണി ഒരുക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങളാണ്. ഹാപ്പിയാണ്. നാളെ അല്ലേ, ഇനി കുറച്ചുകൂടെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? തുടക്കം ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തേക്കല്ലേ, ഇനിയിപ്പോൾ എല്ലാം റെഡിയാക്കണം. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, ആയേ വരുന്നേ ഉള്ളൂ. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേനും കച്ചവടം ഏകദേശമായി. എന്തായാലും മോശമല്ല. വൈകുന്നേരത്തോടെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടമൊക്കെ, കണിക്കുള്ള കച്ചവടം. ഈ ചൂടാണ്, ഈ കണിക്കൊന്നൊക്കെ വാടിപ്പോകുന്ന സാഹചര്യം ഇല്ല. അപ്പോഴത്തേനും സെപ്പറേറ്റ് വേറെ കൊണ്ടുവരും, ഫ്രഷ് ആയിട്ടുള്ള വേറെ കൊണ്ടുവരും. കച്ചവടക്കാർ പറയുന്നത് ഇപ്പോൾ അവർ മുഴുവൻ കണിക്കൊന്നയും പുറത്തെടുത്തിട്ടില്ല. കാരണം വലിയ ചൂടാണ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ കണിക്കൊന്നൊക്കെ വാടിപ്പോകാനുള്ളൊരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മുഴുവൻ കണിക്കൊന്നവും ഇപ്പോൾ പുറത്തെടുത്തിട്ടില്ല. കണിക്കൊന്ന വളരെ കുറവാണ്, പൂ വളരെ കുറവാണ്. എല്ലാ ഇപ്രാവശ്യം നേരത്തെ പൂക്കണേ, പക്ഷേ സാധനങ്ങളൊക്കെ റീസണബിൾ റേറ്റാണ്. കച്ചവടക്കാർ പറഞ്ഞേ ഈ കണിക്കൊന്നൊക്കെ ചൂടത്ത് വാടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട്. അത് അങ്ങനെ നേരത്തെ ഇപ്രാവശ്യം കണിക്കൊന്നയിലെല്ലാം പൂത്തു. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കണിക്കൊന്ന വന്നു, പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ലാസ്റ്റ് മന്തേ എല്ലാം പൂത്തു. അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റായി പോയത്. ചേച്ചി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് പർച്ചേസിംഗ്? കുഴപ്പമില്ല, നന്നായിട്ട് കണിയൊരുക്കാനുള്ള സാധനങ്ങളാണ്. ഈ വിഷു സദ്യക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉച്ചയോട് കൂടി പർച്ചേസിംഗ് കഴിയും. എങ്ങനെയുണ്ട് വില ഒക്കെ ഈ പ്രാവശ്യം? വില ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ഇച്ചിരി ലാഭം ഉണ്ടെന്ന് തോന്നുന്നു. പച്ചക്കറിക്ക് വലിയ പറയാനില്ല, വിലയുണ്ട്. എന്നാലും അത്യാവശ്യം വാങ്ങിക്കാനുള്ള ഒരു ഇതുണ്ട്. വിഷുക്കുള്ള അടിപൊളിയാണ്. നമ്മൾ കച്ചവടം തുടങ്ങിയതേ ഉള്ളൂ രാവിലെ. ഇതിപ്പോൾ താൽക്കാലികമായി സജ്ജീകരിച്ച കടകളാണല്ലേ? അതെ. നമ്മൾ ഇന്നൊരു ദിവസം ഉണ്ടാവും. അതിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അതിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരത്തോടാണ് ഇതിൻ്റെയൊക്കെ കച്ചവടങ്ങൾ കൂടെ ഉച്ച കഴിയണം. ചേച്ചി ഹാപ്പി വിഷു. താങ്ക് യു. എങ്ങനെയുണ്ട് പർച്ചേസിംഗ് ഒക്കെ? നന്നായിട്ടുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് പർച്ചേസിങ്ങിനും ഒക്കെ ആയിട്ട്. വിഷു ഒരു ഗംഭീര ആഘോഷമാക്കാൻ തന്നെയാണ്. കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്? അതെ. ഈ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത് വീട്ടിൽ അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ വിലയൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? ഹയർ സൈഡായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ആഘോഷത്തിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മൾ ആഘോഷത്തേക്ക് നമ്മൾ മലയാളികൾക്ക് വിട്ടുവീഴ്ചയില്ല. ഇല്ല ഒരിക്കലും. ഓക്കെ, താങ്ക് യു. ഹാപ്പി വിഷു. ഷെയറല്ലേ? തിരുവനന്തപുരം ചാല മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായിക്കൊപ്പം സഫ്വാൻ വിപി, മീഡിയ 1, തിരുവനന്തപുരം.